അപ്പം ഇതുപോലെയാണ് ഇവരെല്ലാം യുദ്ധം ചെയ്യേണ്ടത് ശക്തനായ അമേരിക്കയോടാണ്. ഇപ്പോഴും അമേരിക്കയാണ് കളി മുഴുവൻ കളിക്കുന്നത്. അവർ ലോക സാമ്രാജ്യത്വ ശക്തികളാണ്, ലോക പോലീസാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞ് നമ്മുടെ കൊളംബിയയിലെ അവിടെ ലഹരി പാർട്ടിയോട് വിജയിക്കില്ല, അത് വേറെ വശം ശരി തന്നെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അവരാണ് ലോക പോലീസായിട്ട്. ഇവർക്ക് എന്താണ് ഈ ലോക പോലീസായിട്ട് അഭിനയിക്കാനുള്ള അല്ലെങ്കിൽ പിന്നെ ചമയാനുള്ള യോഗ്യത എന്താ അമേരിക്കക്ക്? നിങ്ങൾ മനസ്സിലാക്കണം, അമേരിക്ക റഷ്യ പോലെ അല്ലെങ്കിൽ ഇന്ത്യ പോലെ ഒരു രാജ്യം, അവർ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്, അതും ശരിയാണ്. പക്ഷേ ലോക പോലീസാകാനുള്ള എക്സ്ട്രാ ഒരു യോഗ്യ ക്വാളിഫിക്കേഷൻ എന്താണ്? ഒന്നുമില്ല. അഹങ്കാരമാണ്, ഫാസിസമാണ്, ധിക്കാരമാണ്, അടിച്ചമർത്തലാണ്. അവർക്കെതിരെ വരുന്ന കാര്യങ്ങളെല്ലാം അവർ എതിർക്കും. അവർക്ക് അനുകൂലമാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇപ്പം മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ലേറ്റസ്റ്റ് ആയിട്ട് നിഷ്പക്ഷമായി ചിന്തിക്കാൻ. നമ്മൾ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന സ്വതന്ത്ര രാഷ്ട്രീയ ഇൻഡിപെൻഡൻറ്റ് പൊളിറ്റിക്കൽ ഒബ്സർവേഷനാണ് ഞങ്ങളുടെ സ്വതന്ത്ര രാഷ്ട്രീയ നിരീക്ഷണമാണ്. രാഷ്ട്രീയ പാർട്ടി ഉണ്ടെങ്കിൽ പോലും. അതായത് ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കി പറയണം. ഇവിടെ കുറേയധികം രാഷ്ട്രങ്ങൾ ആയിരക്കണക്കിന് ബോംബുകൾ ഉണ്ടാക്കി വച്ചിരിക്കുന്നു. അവരെല്ലാം ഉണ്ടാക്കി കഴിയുമ്പോൾ ഇനി ആരും ഉണ്ടാക്കരുത്. അതുപോലെ ഇറാന് ബോംബ് ഉണ്ടാക്കാൻ പറ്റില്ല, അനുവദിക്കില്ല ഞങ്ങൾ എന്ന് പറഞ്ഞാണ് ഇസ്രായേൽ ഇപ്പോൾ കയറി ആക്രമിക്കുന്നത്. അതുകൊണ്ടാകും. ഇതിനു മുമ്പ് 10-15 വർഷം മുമ്പ് ഇറാനിയയിൽ കൊണ്ടുവന്ന് അവർ അണുകേന്ദ്രം നശിപ്പിച്ചിട്ടുണ്ട്. അത് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. അതേ സമയത്ത് ഇസ്രായേലിന് 80-100 ബോംബ് അവരുടെ കയ്യിലുണ്ട്. 10,000-ഓളം ബോംബാണ് റഷ്യയുടെ കയ്യിൽ, 8,000 ബോംബാണ് അമേരിക്ക. അങ്ങനെ അവർക്കെല്ലാം ആയിരക്കണക്കിന് ബോംബുകളുണ്ട്. പക്ഷെ ഇറാൻ ഉണ്ടാക്കാൻ പാടില്ല. ഇസ്രായേൽ ഉണ്ടാക്കുന്നത് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയാണ്. അതുപോലെ നിലനിൽപ്പ് ഇവർക്കില്ലേ? അപ്പം നിഷ്പക്ഷമെന്നോ അല്ലെങ്കിൽ ന്യായമെന്നോ മര്യാദ എന്ന് പറയാൻ പറ്റുമോ? അത് അമേരിക്ക ഉൾപ്പെടെ ടീമെല്ലാം ബോംബുണ്ടാക്കി അവരുടെ കയ്യിൽ സുരക്ഷിതമായപ്പോൾ, അവരുടെ രാജ്യത്തിന് സുരക്ഷിതത്വം വന്നപ്പോൾ പിന്നെ അവർ പറഞ്ഞു ഇനി ആരും ബോംബ് ഉണ്ടാക്കരുത്, അതുകൊണ്ട് അണു വ്യാപന കരാറിൽ ഒപ്പിടണം. എന്താണ് നീതി? എവിടെയാണ് ന്യായം? ഞങ്ങൾ ചെയ്യുന്ന മുഴുവൻ സാമൂഹ്യ നീതിക്കൊണ്ട് കാര്യം മാറുകയുള്ളൂ. ഒരു പക്ഷം പിടിച്ചു ഒരു ഭാഗം പറയില്ല. അതിൽ ഇന്നലെ പറഞ്ഞു ഇസ്രായേലിന് അപകടം മരിച്ചാലും ഇറാൻകാർ മരിച്ചാലും ഞങ്ങളെ സംബന്ധിച്ച് ഒരുപോലെ ദുഃഖമാണ്. മനുഷ്യരാണ്, നമ്മുടെ സഹോദരങ്ങളാണ്. അപ്പോൾ നീതി വേണ്ടേ? നീതി ഇവിടെ കിടക്കുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞു ഞങ്ങൾക്ക് ഇറാന് വേണ്ടി വാദിക്കേണ്ട പ്രത്യേക കാര്യമൊന്നുമില്ല. ഒരു സഹോദര രാജ്യം അല്ലെങ്കിൽ ഒരു രാജ്യം എന്ന നിലക്ക് പറയാമെന്നല്ലാതെ അവർക്ക് വേണ്ടി അന്ധമായിട്ട് വാദിക്കേണ്ട ഒരു കാര്യമില്ല. അവർക്ക് വേണ്ടി മാത്രമല്ല ആർക്ക് വേണ്ടിയും ന്യായമില്ലാത്ത വഴിക്ക് കൂട്ടുവെക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുമ്പോൾ ഈ രാഷ്ട്രങ്ങളിലെ ബോംബ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ ഇറാൻ ഉണ്ടാക്കാൻ പാടില്ല, അത് ഞങ്ങൾക്ക് ബാധിക്കും, ഭാവി തലമുറക്ക് തെറ്റാണ് എന്ന് പറയുമ്പോൾ ഈ ഭാവി തലമുറയുടെ കാര്യം ചിന്തിക്കാൻ ഇസ്രായേലിന് മാത്രമാണ് അവകാശമുള്ളൂ? എല്ലാവർക്കും ഇല്ലേ? അല്ലെങ്കിൽ അമേരിക്കക്ക് മാത്രമേ അവകാശമുള്ളൂ? എല്ലാവർക്കും ഇല്ലേ? ഇതിപ്പോൾ കളിച്ചൊടിച്ച തേങ്ങക്ക് കാശ് 4 പണ്ട് പിള്ള പറഞ്ഞ പോലെ കളിച്ച് അവസാനം വരുന്നത് എല്ലാവരും കൈവിട്ടുവാണ്. എല്ലാവരും കൈവിട്ടു പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഇറാനും ഇസ്രായേലും മാത്രമായിരിക്കില്ല. നമുക്ക് ഒരു യുദ്ധം വന്നാൽ, ശക്തമായ ഒരു ആക്രമണത്തിൽ വന്നാൽ ഇറാൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടാവും? നമുക്ക് ഒന്ന് പഠിച്ചു നോക്കാം ലളിതമായിട്ട്. അല്ലെങ്കിൽ ആർക്കൊക്കെ നിൽക്കേണ്ട സാഹചര്യം വരുന്നു. റഷ്യക്ക് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇറാനായിട്ട് യോജിച്ചു പോകാൻ അവർക്ക് ആവശ്യമാണ്. ചൈനയ്ക്കും യോജിച്ചു പോകേണ്ടി വരും. പിന്നെ ഇറാഖ് അങ്ങനെയുള്ള കൊച്ചു രാജ്യങ്ങളൊക്കെ ഉണ്ട്, തുർക്കിയൊക്കെ ഉണ്ട്. അതിന് പുറമെ ചൈനക്കും അത് സഹകരിച്ചുകൊണ്ട് വരും. പിന്നെ ഉള്ളതാണ് നമ്മുടെ കുട്ടിത്താങ് എന്ന് പറയുമ്പോൾ അല്ലേ ഉത്തര കൊറിയൊക്കെ അതൊരു ഭ്രാന്ത് പിടിച്ച സ്വഭാവമാണ്. ഒരു സത്യവും നീതിയൊന്നുമില്ല. ഇവരെല്ലാം ഒരു പക്ഷത്ത് വരികയും മറുപക്ഷത്ത് അമേരിക്കൻ, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനിയൊക്കെ വരെ ചെയ്യുമ്പോഴേ 2 ചേരിയായില്ലേ? ആ 2 ചേരിയെന്ന് ഒരു യുദ്ധം തുടങ്ങിയാൽ ഇവിടെ അവസാനിക്കും.
അവരെല്ലാവരും കയ്യിലിരിക്കുന്ന സാധനം കത്തി തീരുവോളം അവർ ചെയ്യും. ഇപ്പം കളിച്ചു തുടങ്ങിയതാണ് യുക്രൈൻ റഷ്യ. വർഷം 2-3 തമാശക്ക് തുടങ്ങിയാണ് ഹമാസും ഇസ്രായേലും. വർഷം 2 ഇതിൽ നിന്നെല്ലാം എന്താ നേടിയത്? എന്ത് നേടുന്നു? ആരും നേടുന്നു? ഏതെങ്കിലും രാജ്യം നേടുന്നു? ആളെ കൊല്ലാനും നശിപ്പിക്കാനും ഇല്ലാതെ ഒരു യുദ്ധം കൊണ്ട് ഒരു നേട്ടവും ഇതേവരെ ആർക്കും ഉണ്ടായിട്ടില്ല എന്നത് പരമസത്യമാണ്. ആ പരമസത്യം തികച്ചും ബോധ്യമുണ്ടായിട്ടും അങ്ങോട്ട് അതിലേക്കാണ്ട് വീഴാണ്, അല്ലെങ്കിൽ ഭാഗവെക്കാണ്. ഇപ്പം വേറൊരു കാര്യം പറയാം. 2 പോയിന്റ്. ഒന്ന്, ഈ ഇസ്രായേലിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഒരു ചെറിയ ചാനലുണ്ട്. ഒരു മണ്ടിപ്പെണ്ണാണ്. എല്ലാവരും ഓരോ വർഗീയവാദിയാകും. ഞാൻ മണ്ടി എന്ന് പറഞ്ഞു. കാരണം മലയാളി കോട്ടയത്തെ ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയാണ്. എന്തൊരു ബോധവും ഇല്ലാത്ത കാര്യമൊക്കെ വിമർശിക്കാൻ പറ്റില്ല. പറഞ്ഞാൽ നമ്മളും അതുപോലെ മണ്ടനാവും. അതുകൊണ്ട് അവർ പറഞ്ഞൊരു പോയിന്റ് സംഭാഷണത്തിനിടയിലൂടെ അല്ലെങ്കിൽ വരികൾക്കിടയിലൂടെ, അതായത് വരികൾക്കിടയിലൂടെ പറഞ്ഞൊരു പോയിന്റ് എന്നറിയോ ഞാൻ ശ്രദ്ധിച്ചത്? അതായത് ഇങ്ങനെ ബോംബ് അവർ ഇറാൻ്റെ മിസൈൽ വന്നപ്പോൾ ഒരു 5-6 അങ്ങോട്ട് വിട്ടുകൊടുത്തേക്കാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, അപ്പോൾ അതുകൊണ്ട് അപകടം ഉണ്ടാകുമ്പോൾ ആ അപകടം കാണിച്ച് നമുക്ക് ഇറാനിലേക്ക് ആക്രമണം നടത്താൻ എളുപ്പമാണ്. കാരണം പറയാലോ, ഇതാണ് അമേരിക്ക ചെയ്തു. അമേരിക്ക ചെയ്തു എന്ന് പറഞ്ഞാൽ ആ 2 ഇരട്ട ടവർ തകർക്കുന്ന അമേരിക്ക ചെയ്യിച്ചല്ലേ. അവർക്ക് ഇസ്രായേലിൽ കയറണം, അല്ല സോറി, അവർക്ക് അഫ്ഗാനിസ്ഥാനിൽ കയറണം, ഇറാഖിൽ കയറണം, ലിബിയയിൽ കയറണം, സിറിയയിൽ കയറണം. ഇത് കയറി ഒരു കാരണം പറയണ്ടേ? അപ്പോൾ നമ്മൾ നമ്മുടെ സർക്കാർ ഖജാനാവിൽ കിടക്കുന്ന പണം എടുക്കൽ ഈ ഒരു അക്കൗണ്ട് വേണം. ആ അക്കൗണ്ടിൽ കൂടി എടുക്കാൻ പറ്റുള്ളൂ, വെറുതെ എടുക്കാൻ പറ്റുമോ? അതുപോലെ കയറണമെങ്കിൽ കാരണം വേണം. അത് പറ്റി കാരണപ്പുറത്ത് ഇസ്രായേലിൽ എല്ലാം ചാനൽ കാണിക്കുന്നുണ്ടല്ലോ, എല്ലാം നശിപ്പിച്ചുന്നുള്ളത്. ഇവിടെ ഇസ്രായേലും അമേരിക്കയും ആഗ്രഹിക്കുന്നത് അവർക്കെതിരെ ഉള്ള രാജ്യങ്ങളെല്ലാം അവർ നോർമലാക്കി എടുത്ത് അവർക്ക് വഴിയിലാക്കി, അവരുടെ വരുതിയിൽ വരുത്തി. ഇനിയിപ്പോൾ ആകെ ഉണ്ട് എന്ന് പറയുന്നത് റഷ്യ, ചൈനയും പിന്നെ കൊറിയൊക്കെ നിൽക്കട്ടെ, ഉണ്ട് എന്നാണ് ഇറാനാണ്. ആ ഇറാനെയും കൂടെ വരുതിയിലാക്കണമെങ്കിൽ അവിടുത്തെ ഭരണകൂടം പണ്ട് 79 ഉണ്ടല്ലോ, മറ്റേ ഷാ പഹലവി ഭരിച്ചിരുന്നാണ്. വലിയ മോഡേൺ രാജ്യമായിരുന്നു, തനി യൂറോപ്യൻ സിസ്റ്റമായിരുന്നു. പക്ഷെ അന്ന് ഉള്ളതിനേക്കാളൊക്കെ അന്ന് 2% സാക്ഷികൾ, ഇന്ന് 27% സാക്ഷിയുണ്ട്. പെൺകുട്ടികൾ 90% സാക്ഷിയുണ്ടെന്നാണ്. ഇവിടെ അങ്ങനെ വ്യത്യാസം വന്നിട്ടുണ്ട്. 2% എന്നത് സർക്കാർ ഉദ്യോഗങ്ങളിൽ സ്ത്രീകൾക്ക് കിട്ടുന്ന രേഷ്യാണ്. 2%. ഇന്നിപ്പോൾ അത് 29% ഉണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ആ ഭരണകൂടത്തിൽ താഴെ ഇറക്കാം. അതാണ് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും രഹസ്യമായ അജണ്ട. അതൊരു പരിമിതിയൊക്കെ സാധ്യതയുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ ഒരുത്തർ തന്നെ നിലച്ചിരുന്നാൽ വരുന്നില്ല അവന് തോന്നു പറയുമ്പോലെ ഒരാൾ നശിപ്പിക്കാൻ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നശിപ്പിക്കാൻ പറ്റുന്നേ. അതിന് 3 വർഷം സമയമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇസ്രായേൽ ലക്ഷ്യം ചെറിയ ലക്ഷ്യമൊന്നുമില്ല. ഇനി ഇറാൻ ഭരണകൂടത്തെ കൂടി ഇറാഖിലെ പോലെ, സിറിയ പോലെ, ലിബിയ പോലെ അവർ പാവ ഗവൺമെൻറ് കയ്യിൽ ഈ കളി മുറുകുമ്പോൾ അമേരിക്കയുടെ യുദ്ധസന്നാഹങ്ങളുള്ള 9 അറബി രാജ്യങ്ങളുണ്ട്. അവർ ആ അറബി രാജ്യങ്ങൾ പറഞ്ഞ് ഇറാനെ അത് ആക്രമിക്കാൻ വേണ്ടി ഞങ്ങളുടെ രാജ്യം ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാലും അമേരിക്ക വരികയാണെങ്കിൽ പിന്നെ അവർക്ക് എന്ത് പറയാൻ പറ്റും? എന്താ വോയിസുള്ളത്? അവരെല്ലാം ആയുധ നിയന്ത്രണം എല്ലാം കിടക്കുന്ന അവരുടെ കയ്യിലല്ലേ. അതായത് കുവൈറ്റിൽ 4-5 സ്ഥലത്താട്ടെ, സൗദി അറേബ്യ 2 സ്ഥലത്ത് വന്നിട്ടുണ്ട്. മറ്റെല്ലാ രാജ്യങ്ങളും 9 രാജ്യങ്ങളിൽ അമേരിക്കയുടെ ഔട്ട്ലെറ്റ് എന്തായാലും നമ്മുടെ അവർ യുദ്ധകേന്ദ്രം സ്റ്റോക്ക് ചെയ്ത് വിമാനങ്ങൾ, മറ്റ് ഉപകരണങ്ങളെല്ലാം. വലിയൊരു സംഘർഷത്തിലേക്കാണ് ലോകം പോകുന്നത്. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് വേറൊരു കാര്യം പറയുന്നത്, അതും ഈ വഴികൾക്കിടയിൽ ശ്രദ്ധിക്കണം. ഞാൻ പെണ്ണിൻ്റെ കാര്യം ഒന്നുമില്ല. ഇറാൻ്റെ ഒരു ഉദ്യോഗസ്ഥ എന്ന് പറഞ്ഞ് അധിനിവേശ പ്രദേശത്ത് നിന്ന് ഇസ്രായേലുകൾ മാറിപ്പോയില്ലെങ്കിൽ അപകടം ഉണ്ടാവും, വലിയ ആപത്തുണ്ടാവും എന്ന് പറയുന്നുണ്ട്. അവിടെ ഈ മിസൈൽ വിട്ട നശിപ്പിക്കായിരിക്കും. അത് പറയാനുള്ള ഒരു തൻ്റെ ഇടം ഷിഹാക്കളായ എങ്കിലും ഇപ്പോഴത്തെ ഇറാൻ്റെ ഭരണാധികാരികൾക്കോ അവർക്ക് ഉദ്യോഗസ്ഥരിൽ അത് ധൈര്യം ഉണ്ടായുള്ളൂ.
ബാക്കി എത്രയോ രാജ്യങ്ങൾ, സൗദി അറേബ്യ ഉൾപ്പെടെ എത്രയോ രാജ്യങ്ങളുണ്ട്. അവരെല്ലാം അമേരിക്കയുടെ അണ്ടറിലായതുകൊണ്ട് അമേരിക്ക അണ്ടറിലാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇസ്രായേൽ അണ്ടറിൽ വരും, അല്ലെങ്കിൽ വരുത്തും. അങ്ങനെ വരുത്തിയിരിക്കുകയാണ്. കയറില്ലാതെ വരഞ്ഞിരിക്കുകയാണ് സൗദിയൊക്കെ. അവർക്ക് തുറന്ന അഭിപ്രായം പറയാൻ പറ്റില്ല. കുവൈത്ത് പറ്റില്ല, ഖത്തറിന് പറ്റില്ല, ബഹ്റിനിൽ പറ്റില്ല, ഇപ്പോൾ ഇറാഖിന് പറ്റില്ല, പിന്നെ സിറിയക്ക് പറ്റില്ല, പിന്നെ ലിബിയക്ക് പറ്റില്ല. എല്ലാം അവരുടെ വരുതിയിലാക്കി. അതുപോലെ വരുതിയിലാക്കാണ് ഇറാനും ശ്രമിക്കുന്നത്. അതത്ര ഈസി ആവില്ല. കാരണം അത് പല പല ഘടകങ്ങളുമുണ്ട് തടസ്സം. ഒന്ന് ഭൂപ്രകൃതി തന്നെ, കൂറ്റം മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കല്ലേ, അപ്പോൾ അതൊരു കവചമാണ്. പിന്നെ ഷിഹാക്കൾ എന്ന് പറയുമ്പോൾ സുന്നി മുസ്ലിങ്ങളെ പോലെ അത്ര ശാന്തരല്ല. അവർ കുറച്ചൊക്കെ അക്രമവാസനയുള്ളവരാണ്. പിന്നെ വേറെ കാര്യമുള്ളത്, ഇപ്പോൾ ഷാ പഹ്ലവിയിൽ നിന്ന് അധികാരം പിടിച്ചു വാങ്ങിയ ഇറാനിലെ ഇന്നത്തെ ഭരണാധികാരികൾക്ക്, ആയത്തുള്ള ഖമേനിക്കൊക്കെ, അവർക്ക് ഈ ഭരണം നിലനിൽക്കണമെങ്കിൽ യുദ്ധം സന്നാഹം ആവശ്യമാണ്. ആ കളിയുമ്പോൾ കളി എന്ന് പറയാണ്. അപ്പോൾ ഒത്തുകൊണ്ടാണ് ഇതൊക്കെ. ഇന്ന സ്ഥലത്തേക്ക് നിന്ന് ഞാൻ വിടും, അപ്പോൾ നിങ്ങൾ നോക്കിക്കോളും, തിരിച്ച് അങ്ങോട്ട് വരും. അപ്പോൾ ജനങ്ങളെ കയ്യിലെടുക്കാനും അവർ അധികം നിലനിർത്താനും. ഇപ്പം ജത്തിനാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് നെത്തന്യാഹുവിന് ഒരു യുദ്ധം ഇല്ലാതെ പറ്റില്ല. പുലിവാല് പിടിച്ച വാലാണ്. അവർക്ക് യുദ്ധം നിന്ന് അന്ന് പുള്ളി അകത്താവും. പലവരും അഴിമതി കേസുകളിലേക്ക് പെട്ടെടുക്കാണ്. യുദ്ധമുള്ളതുകൊണ്ട് മാത്രമാണ് അകത്ത് വിടാത്തത്. അത് പുള്ളിക്ക് കാലം വരെ എന്തെങ്കിലും യുദ്ധം നിലനിർത്തിക്കൊണ്ട് പോകണം. ഏതാണ്ട് അതേ സന്നാഹം തന്നെയാണ് ഇറാനിലും ഭരണവിരുദ്ധ വികാരമോ അല്ലെങ്കിൽ അങ്ങനെ ഇതൊക്കെ ഉണ്ട്. അതിപ്പോൾ ഏത് സ്ഥലത്തില്ലാത്ത ദൈവത്തെ പോലും 100% ആൾക്കാർ അംഗീകരിക്കുന്നില്ല, പിന്നെയാണ് മനുഷ്യഭരണം അംഗീകരിക്കുന്നത്. അപ്പം ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ യുദ്ധം പെട്ടെന്ന് തീരാനുള്ളൊരു സാധ്യത കാണുന്നില്ല. ജനങ്ങൾ കഷ്ടപ്പെടും, ലോകം തന്നെ ആപത്തിൻ്റെ വക്കത്തിലാവും. ഇതിന് ആർക്കെങ്കിലും എന്ത് പരിഹാരം കാണാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. വീറ്റ് പവർ എടുത്ത കാലം യുഎൻഎക്ക് ഒരു പവറും ഉണ്ടാവില്ല. വീറ്റ് പവർ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ എന്നിട്ട് ഭൂരിപക്ഷം അഭിപ്രായം നോക്കിക്കൊള്ളൂ. ഇത് ഭൂരിപക്ഷം അവിടെ പ്രസക്തിയില്ല. കാരണം അവർ 4-5 പേരുണ്ടാക്കിയ ഒരു സംഘടന, അത് ആ സംഘടനയിൽ അവർ പറയുമ്പോൾ കേൾക്കണം, അവർക്ക് അനുകൂലമായിട്ട് നിയമം ഉണ്ടാക്കും എന്നല്ലാതെ വേറെ ഒരു രീതിയില്ല. ഇതാണ് അവസ്ഥ, ലോകത്തിൻ്റെ അവസ്ഥ. അപ്പോൾ ഇത്രയും അറബി രാജ്യങ്ങൾ ഉണ്ടായിട്ടും, ഇത്രയും സമ്പന്ന അറബി രാജ്യങ്ങൾ ഉണ്ടായിട്ടും, ഇറാൻ പറഞ്ഞ പോലെ ഇസ്രായേലിൻ്റെ മണ്ണിൽ നിന്ന് അല്ലെങ്കിൽ ഫലസ്തീൻ്റെ മണ്ണിൽ നിന്ന് കയ്യേറിയ അനധികൃത കയ്യേറ്റക്കാർ ഒഴിഞ്ഞു പോകണം എന്ന് പറയാനുള്ള ഒരു തൻ്റെ ഇടം ബാക്കി ഏതെങ്കിലും മുസ്ലിം രാഷ്ട്രത്തിന് ഉണ്ടായോ? ഉണ്ടായില്ല. അവർ അങ്ങനെ പറയാൻ കഴിച്ചവർക്കില്ല. അവിടെയാണ് ഇറാനും മറ്റ് അറബി രാജ്യവും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ എന്താ വെച്ചാൽ, ഈ ഭൂമിക്ക് സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്ന പോലെ ഭൂമി സ്വയം കറങ്ങുകയും ചെയ്യുന്നുണ്ട്. ഒരു പക്ഷത്തിൽ ഭൂമിക്ക് സൂര്യൻ ചുറ്റും ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് സ്വയം ഭൂമി കറങ്ങുന്നുണ്ട്. അതുപോലെ ഇവിടെ ഈ അറബി രാജ്യങ്ങളും ഇറാനും തമ്മിൽ വ്യത്യാസം അറിയുമോ? ഇറാൻ ഒരു പരിധി കൂടുതൽ വളർന്നു കഴിഞ്ഞാൽ അവർക്ക് ആപത്താണെന്നറിയാം. അപ്പോൾ അതുകൊണ്ട് അവർ അങ്ങനെ തകർക്കട്ടെ അല്ലെങ്കിൽ ഒരു കൊട്ടാൻ കിട്ടിയെന്ന് ഉള്ളിലുണ്ട്. പുറമേ എല്ലാം വലിയ ഇത് പറയും, വീമ്പെടുക്കും, തൊടാൻ പാടില്ല, ഞങ്ങളെ കൊന്നാണെന്ന്. അപ്പോൾ അവിടെ ഒന്നും ആത്മാർത്ഥതയില്ല എന്ന് പറയാൻ കാരണം, നമ്മൾ ഈ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ദിരാഗാന്ധി അല്ലെങ്കിൽ കോൺഗ്രസ് താഴെ ഇറക്കാൻ വേണ്ടി നമ്മുടെ ജയപ്രകാശ് നാരായൺജി തുടങ്ങിയ ഒരു പ്രസ്ഥാനമുള്ള ജനതാ പാർട്ടി, അന്ന് പുള്ളി 2 കാര്യം പറഞ്ഞു. ഒന്ന് എന്താണ് പുള്ളി അത് മെയിനായിട്ട്, ഞാൻ ഇതിൽ ആരും ഇത് ഭാഗമാക്കാവില്ല, ഞാൻ ഒരു ഭാഗം ഏൽക്കില്ല. അതുപോലെ ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റില്ല. ഇറാനും പറ്റില്ല, ആർക്കും പറ്റില്ല. അങ്ങനെ ഇറാൻ ഉണ്ടായതെങ്കിൽ തൊട്ട അയൽവക്കത്തെ രാജ്യമല്ലേ, ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ആ രാജ്യത്ത് കൂടെ നിർത്തണ്ടേ. അപ്പോൾ അവർക്ക് അത് ചില ബുദ്ധിമുട്ടുണ്ട്. അതാണ് ആശയങ്ങളും അഭിലാഷങ്ങളും മാത്രമല്ല, ഓരോരുത്തരും അവരവരുടെ നിലനിൽപ്പിന് വേണ്ടി പല പല ആശയങ്ങളാണ്. ഒന്നാമത്തിൽ എൻ്റെ ശരി നിങ്ങളുടെ ശരിയായിരിക്കുമെന്നില്ല, നിങ്ങളുടെ ശരി എൻ്റെ ശരിയായിരിക്കുമല്ല, എൻ്റെ ആശയവും ആദർശമായിരിക്കും നിങ്ങളുടെ. അതൊക്കെ വ്യത്യസ്തം വരാം. മനുഷ്യൻ സാമൂഹിക ജീവിയാണ്, അവൻ്റെ ചിന്തയ്ക്ക് വ്യത്യാസം വരുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ ആണ് പ്രശ്നങ്ങൾ പരിഹരിക്കാതെ പോകുന്നത്. ഇപ്പം നിരന്തരമായിട്ട് വെറും ഒരു ഒരു സാംസ്കാരിക സംഘടനയായ ഹമാസിനോട് ഇത്രയും സന്നാഹമുള്ള, അമേരിക്കൻ ബ്രിട്ടനുകൾ സന്നാഹമുള്ള ഇസ്രായേൽ ഇത്രയും ആക്രമണം നടത്തിയിട്ട്
അവിടെ കുഞ്ഞു മക്കൾ തുണിയില്ലാതെ ഓടുന്നതൊക്കെ കണ്ടിട്ട് ചിരിച്ച ആൾക്കാരില്ലേ, ആ ചിരിച്ചവരൊക്കെ ഇസ്രായേലിൽ ഒരു പുള്ളിക്കാരൻ ഷഡ്ഡി മാത്രമായിട്ട് ഓടിപ്പോകുന്നു, ജീവനേക്കാൾ വലുതല്ല ചോദിക്കുന്നു. അത് കാണുമ്പോൾ സങ്കടമുണ്ട്. അതെന്തേ ഇതിനു മുമ്പ് കാണാതിരുന്നത്? നിങ്ങൾ എന്താ നിഷ്പക്ഷമായിട്ട് വേണമെങ്കിൽ എല്ലാം എല്ലാം പറയണ്ടേ. പലസ്തീൻ വിഷയം എന്താണ്? കോടിക്കണക്കിന് യഹൂദന്മാരെ ജർമ്മനിൽ നിന്നൊക്കെ വിട്ടുവിട്ടപ്പോൾ ഒരു രാജ്യം അവർക്ക് അഭയം കൊടുക്കാൻ സമയത്ത് ബ്രിട്ടനിലെ ഒരു ഉന്നത നേതാവ് പലസ്തീനിലെ അവിടെ നിന്നിട്ട് അവിടെ വന്ന് ആര് കണ്ട് അഭയം കൊടുക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ അവർ മുസ്ലിങ്ങളായതുകൊണ്ട് ആര് വന്ന് കൈ നീട്ടിയാലും വെറുതെ വിടുന്നുണ്ട്. ഇപ്പോൾ കുതിരപ്പുറത്ത് കയറിയാണ് ഒരാൾ തെണ്ടാൻ നമ്മളെടുത്ത് ഭിക്ഷ അയക്കാൻ എന്തെങ്കിലും നമ്മളത് വെറും കൈയോട് വിടരുതെന്ന് പറഞ്ഞാൽ അവൻ വന്ന് കുതിരപ്പുറത്താണോ ബെൻസ് കാറിലാണോ നോക്കേണ്ട കാര്യമില്ല, കൈ നീട്ടില്ലേ. ആ ഒരു മാനസിക അവസ്ഥ അല്ലെങ്കിൽ ആ തത്വശാസ്ത്രം ഇസ്ലാം മാത്രമേ ഉള്ളൂ, ബാക്കി ഒരു മതത്തിൽ അത്ര ഇതില്ല. അതുകൊണ്ടാണ് അത്രയും വിശാല മനസ്സിലുള്ള സംസ്കാരമായതുകൊണ്ടാണ് ബ്രിട്ടനിലെ അത് അവർക്കറിയാമല്ലോ, ഖുർആനൊക്കെ അറിയാമല്ലോ, ഈ ഇവിടെ വന്ന് അവർ കൊടുക്കാമെന്ന് വെച്ച് ആ കൊടുത്തിട്ട് അറബിയുടെ ടെൻറ്റിൽ ഒട്ടം കയറിയിട്ട് അറബിയെ താഴെ ഇറക്കുമല്ലേ, അങ്ങനെ സഹായം ചെയ്തിട്ട് ലോകത്ത് ആർക്കും അവർക്ക് സഹായം കൊടുക്കാൻ പറ്റില്ല, അത്ര വൃത്തിയിട്ട ആൾക്കാരാണ് എന്ന് പറഞ്ഞ് പലസ്തീൻ കൊടുത്തിട്ട് വില കൊടുത്ത് വാങ്ങിച്ചേക്കണം, വലിയ വില കൊടുത്ത് വാങ്ങിച്ചെന്നൊരു ചാനൽ പറയട്ടെ, ഇത് വാങ്ങിച്ചിരിക്കും. അങ്ങനെ ആ സ്ഥാനം കൊടുത്ത് അവർ അറബിയെ പുറത്താക്കിക്കോലെ, ഒട്ടകം പുറത്താക്കിക്കോലെ, അങ്ങനെ കയറി എന്താണ് നിങ്ങളറിയാമല്ലോ. പണ്ട് പലസ്തീനെ ചിത്രവും ഇപ്പം 10 ഇപ്പോൾ ഉള്ളൂ പച്ച, ബാക്കിയെല്ലാം മതി. അങ്ങനെ തുരുത്ത് മാത്രമാക്കി അവരെ ഒതുക്കി എതിർത്ത് നശിപ്പിച്ചു. അങ്ങനെ സ്വന്തം നാടിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഫലസ്തീൻ ജനതയാണ്, അത് ഹമാസ് ആണെങ്കിലും പലസ്തീൻ ലിബറൽ ആർമി ഏതാണെങ്കിലും PLO ആണെങ്കിലും സ്വന്തം രാജ്യത്തിന് വേണ്ടിയാണ് അവർ വാദിക്കുന്നത്. അപ്പോൾ അവർ നമ്മൾ തീവ്രവാദികളാണ് ഭീകരവാദമാരെ പറഞ്ഞിട്ട് അങ്ങനെ കൈ ഒഴിയാൻ പറ്റുമോ? അത് ശരിയാണ് അങ്ങനെ എഴുതുന്നത്. അവരെക്കുറിച്ച് പറയുന്ന ഒരു ആരോപണം, പിന്നെ ഹമാസിനെ കുറിച്ച് പറയുന്ന ആരോപണം കഴിഞ്ഞ മുമ്പിലത്തെ വർഷം ഇസ്രായേലിലേക്ക് കയറി കുറേ നാശനഷ്ടം ഉണ്ടാക്കിയുള്ള, അത് തീർച്ചയായും തെറ്റാണ്, സംശയമൊന്നുമില്ല. അത് തന്നെയല്ലാതെ ഇസ്രായേലിന് സപ്പോർട്ടിലേക്ക് കയറാനും പറ്റില്ല, അറിയാമല്ലോ. അത്രയും സന്നാഹമുള്ള ഒരു സ്ഥലത്തേക്ക്, ഒരു ഈച്ചകൂൽ കിടക്കാൻ പറ്റുന്ന സ്ഥലത്തേക്ക് ഇവർ കയറിയപ്പോൾ അവിടെ സഹായം ഉണ്ടായിട്ടാ. പക്ഷെ എങ്കിലും ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ സൗദി അറേബ്യ പോലും അവസാനം ഇസ്രായേലായിട്ട് സഖ്യം ഉണ്ടാക്കി ബിസിനസ് താല്പര്യങ്ങളും വലിയ വ്യാപാര ബന്ധങ്ങൾ ചെയ്യുമ്പോൾ ഈ ഫലസ്തീൻ വിഷയം എന്ന ലോകത്ത് വിട്ടുപോയി. പക്ഷെ ആ വിട്ടുപോയ ഫലസ്തീൻ വിഷയം ഇന്ന് ലോകത്ത് മെയിൻ ചർച്ച അത് തന്നെയാണ്. അങ്ങനെ ആ ഹമാസുകാരെ ഇസ്രായേലിൽ കയറിയതിൻ്റെ പരിണിത ഫലമാണ് എല്ലാവരും ഉപേക്ഷിച്ച് മറന്നുപോയ ഫലസ്തീൻ ഇഷ്യൂ ലോകത്ത് നമ്പർ 1 നിൽക്കുകയാണ്. ആ ഒരു നേട്ടം ഉണ്ടായി, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അത് പിന്നെ ഇവർ ചെയ്ത വലിയൊരു തന്ത്രമാണത്. പക്ഷേ ചില തന്ത്രങ്ങൾ വിജയിക്കണം, ചില കുതന്ത്രങ്ങൾ ഉണ്ടാവണം, അല്ലെങ്കിൽ ചില മോശം അഭിപ്രായം ഉണ്ടാകുന്ന പറയുമ്പോഴാണല്ലോ. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഒന്ന് ചെയ്യുമ്പോൾ മറ്റും വള്ളാമെന്ന് പറയുമ്പോഴേ അങ്ങനെയാണല്ലോ ഇതൊക്കെ വരുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ. ഞാൻ ഇന്നലെ പറഞ്ഞു നിലമ്പൂർ ഇലക്ഷൻ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയാം. കുറച്ച് ദിവസമായിട്ട് നിലമ്പൂർ കുറിച്ച് മിണ്ടിയില്ല. നിലമ്പൂർ ഇലക്ഷനിൽ LDFന് പണ്ടിലെ പഞ്ചായത്ത് ഇലക്ഷനിൽ സദ്ദാം ഹുസൈൻ്റെ ഇറാഖിലെ യുദ്ധം വന്നപ്പോൾ LDFന് അനുകൂലം കിട്ടിയപോലെ LDFന് ചെറിയൊരു അനുകൂല സാധ്യത വരുന്നുണ്ട് ഈ യുദ്ധം എന്ന്. അതിൻ്റെ മുഖ്യമന്ത്രി പ്രസ്താവനയും പിന്നെ ഇപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയൊക്കെ കാണുമ്പോൾ കുറച്ചുകൂടിയൊക്കെ ചെറിയ അനുകൂലമുണ്ട്. പക്ഷെ അത് അങ്ങോട്ട് മാറ്റിവെച്ചാൽ എന്താണ് ഇസ്രായേൽ ഈ നിലമ്പൂരിൽ സ്ഥിതി എന്നറിയോ? അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. നിലമ്പൂരിൽ സതീശനും കോൺഗ്രസിലെ ഒരു വിഭാഗത്തും, കോൺഗ്രസ് ഒരിക്കലും എല്ലാ വിഭാഗവും യോജിക്കുന്ന കാര്യമില്ല. അങ്ങനെ എല്ലാ വിഭാഗം യോജിക്കുന്ന ആളുണ്ടെങ്കിൽ അവൻ മണ്ടനും കഴിവില്ലാത്തവനാണ്. അതിന് നരസിംഹറാവു വരെ യോജിച്ചു വന്ന് കഴിവിട്ടവനെ പോയില്ല, കാരണം അത്ര കണ്ട് മോശമായിട്ട് ഭരണം കൊണ്ട്. അവിടെ എന്താണെന്ന് വെച്ചാൽ ഈ ലീഗിൻ്റെ അപ്രമാദിത്വം UDFലുണ്ട്. അതൊരു പരിധി കോൺഗ്രസ് നഷ്ടമാണ്. ഇനി കോൺഗ്രസ് സഖ്യമായിട്ട് ലീഗ് ഉണ്ടായാൽ ലീഗ് എന്താണ് നേട്ടം? ഈ കേരളത്തിലല്ലാതെ മറ്റ് ഒരു സംസ്ഥാനങ്ങളും അവർ സഖ്യമില്ല. മാർക്സിസ്റ്റ് പാർട്ടിയായിട്ട് തമിഴ്നാട്ടിൽ സഖ്യമുണ്ട്, അല്ലെങ്കിൽ DMK ആയിട്ട് സഖ്യമുണ്ട്.
പക്ഷേ ലീഗ് കോൺഗ്രസ്സായിട്ട് സഖ്യമായിട്ട് ഇല്ലെന്നാണ് എൻ്റെ അറിവ്. കോൺഗ്രസും അതുകൊണ്ട് വലിയ നേട്ടമില്ല. ഇന്നത്തെ മുസ്ലിം ലീഗിൻ്റെ സഖ്യത്തോട് നേട്ടമില്ല. അപ്പോൾ മുസ്ലിം ലീഗിനെ മാറ്റി നിർത്തിയാൽ എന്താണെന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം ചിന്തിക്കുന്നുണ്ട്. ലീഗിലെ ഒരു വിഭാഗം ചിന്തിക്കുന്നത് ഈ നിലക്ക് പോയി നമുക്ക് ഭരണം കിട്ടില്ല, ഇനിയും ഭരണം കിട്ടിയില്ലെങ്കിൽ പിടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്, അണികൾ പോകുന്നുണ്ട്, നമുക്ക് LDFിലേക്ക് നോക്കിയാലോ എന്നുണ്ട്. ഇതെല്ലാം നിലമ്പൂർ ഇലക്ഷനെ ബേസ് ചെയ്താണ്. ഈ നിലമ്പൂർ ഇലക്ഷനെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമ്മൾ RSSന് വളരെ വ്യക്തമായിട്ട് പേരെടുത്ത് പറഞ്ഞ് വിമർശിച്ച ഈ അടുത്ത കാലത്തൊരു നേതാവ് ഉണ്ടെങ്കിൽ അത് അൻവറാണ്. പേരെടുത്ത് തന്നെ പറഞ്ഞു ആ പോലീസുകാരൻ്റെ ഒക്കെ ഇതും RSSകൾ. അപ്പോൾ RSSന് എന്ത് വില കൊടുത്തും ഈ അൻവറിൻ്റെ വളർച്ച ഒന്ന് ഒതുക്കണം, അൻവറിനെ ഒതുക്കണം. അപ്പോൾ അതിന് സതീഷിനായിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് വെച്ചാൽ പിണറായി സഖാവായിട്ടുള്ള ബന്ധമുണ്ട്. ഇവിടെ പിണറായി സഖാവും പിന്നെ RSSും ഒക്കെ ഇപ്പോൾ ഒരു കൈയാണ്, ഒരേ ചിന്തയാണല്ലോ. അപ്പോൾ അൻവറിന് നിങ്ങൾ ഒരു കാരണവശാലും മുന്നണിയിൽ UDFിൽ എടുക്കരുത്. നിങ്ങൾക്ക് അതുകൊണ്ട് പറ്റുന്ന ക്ഷീണം ഞങ്ങൾ പിന്നെ CPM കുറച്ച് വോട്ട് കിട്ടും, RSSൻ്റെ വോട്ടും തരാം, അങ്ങനെ UDFിന് സ്ഥാനാർത്ഥി ജയിപ്പിച്ചെടുക്കാം. തന്നെയുമല്ല, അൻവറിനേക്കാളും ഈ മറ്റേ കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥിയെക്കാളും RSS താല്പര്യം ആരോടാണ്? UDFിന് സ്ഥാനാർത്ഥിയോടാണ്. അത് കാരണം പുള്ളി അങ്ങനെ ഒരു ലീഗ് വിരുദ്ധനാണ്. അവർ വാപ്പായും മോനും ലീഗ് വിരുദ്ധനാണ്. തന്നെയല്ല ഓർത്തഡോക്സ് മുസ്ലിങ്ങളും അല്ല, അവർ ദേശീയ മുസ്ലിങ്ങളും അല്ലെങ്കിൽ പിന്നെ ഒരു മോഡറേറ്റ് മുസ്ലിമാണ്. കാര്യമായിട്ടും അതെ, മകനും അതെ. അല്ലെങ്കിൽ മകൻ ആ സിനിമയൊക്കെ പിടിക്കും. ഇപ്പോൾ വെള്ളം കുടിക്കാനുണ്ടോ? അതാണ് നമ്മൾ രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ ആ ചായ അനുസരിച്ച് വേണം. ഞാൻ മിനിയാന്ന് പറഞ്ഞല്ലോ, നമ്മുടെ ഇന്ദിരാഗാന്ധി അങ്ങനെ വലിയ ഹിന്ദു വിശ്വാസിയൊന്നുമല്ല, എങ്കിലും ഹിന്ദുവായിട്ട് അഭിനയിച്ചത് പറഞ്ഞാൽ ഹിന്ദു രാജ്യമാണ്, അപ്പോൾ അവർ വോട്ട് വേണമെങ്കിൽ അത് വേണം. അത് ജിന്ന മുസ്ലിം ആയതില്ല, പന്നി വെച്ചും കള്ളു കുടിക്കുക എന്ത് മുസ്ലിം, എന്നിട്ട് മുസ്ലിങ്ങളുടെ ആളായിരുന്നു എന്താ വോട്ട് കിട്ടാൻ വേണ്ടി. അതുപോലെയാണ് ആര്യാടൻ മുഹമ്മദ് മകനും അവിടുത്തെ മുസ്ലിം ഭൂരിപക്ഷ വോട്ടർമാരെ സപ്പോർട്ട് കിട്ടണമെന്നുള്ള ഉണ്ടായിരുന്നെങ്കിൽ രണ്ട് കാര്യം ചെയ്യേണ്ടത്. പരസ്യമായിട്ട് ലീഗിനെ എതിർക്കാൻ പാടില്ലായിരുന്നു. അത് വാപ്പായി എതിർത്താൽ അപ്പോൾ ലീഗ് വിരോധം കൊണ്ട് എതിർക്കുമ്പോൾ അവിടുത്തെ കുറച്ച് മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും വോട്ട് കിട്ടും, ഇദ്ദേഹം കുഴപ്പക്കാരല്ലാത്തതിൽ കിട്ടും. അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ആര്യാടൻ മുഹമ്മദ് ജയിച്ചാലും സംഘപരിവാറിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ RSSനെ സംബന്ധിച്ച് അവിടെ വലിയ കുഴപ്പം അവർ കാണുന്നില്ല. അപ്പോൾ ഒരു കാര്യം മനസ്സിലായില്ലേ. പിന്നെ എങ്ങനെയെങ്കിലും ജയിപ്പിച്ചെടുക്കാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവെന്താ അറിയുമോ? BJP മത്സരിക്കാൻ തീരുമാനിച്ചു. പക്ഷേ അവസാനം BJP മത്സരിച്ചിൽ മോശം പ്രാദേശിക നേതാക്കൾ വന്നതിൻ്റെ പേരിൽ പ്രാദേശികമായിട്ട് ഒരു ക്രിസ്ത്യാനിട്ട് കൊടുത്തു. ഒരു ബന്ധമല്ല BJP ആയിട്ട്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ്. പക്ഷേ സഭയായിട്ട് അല്പം അടപ്പുണ്ട്. അങ്ങനെ പുള്ളി എടുത്ത് കിട്ടി കഴിഞ്ഞാൽ ആ സഭയിൽ നിന്ന് 10,000 വോട്ട് കിട്ടുകയാണെങ്കിൽ, ഇനി പുള്ളി ഇന്ന് വോട്ട് കുറഞ്ഞാലും BJP വോട്ട് കിട്ടിയില്ല എന്ന് പരാതി പറയില്ല. കാരണം BJP പെട്ടുള്ള സ്വതന്ത്രം പ്രവർത്തികളല്ലേ. അപ്പോൾ ആ BJPയുടെ ഒരു 10,000-10,000 വോട്ടുണ്ടല്ലോ, അതിലൊരു 10,000 ഒരു 7,000 വോട്ട് ഇങ്ങനെ ഏർക്കൂട. അങ്ങനെ ആ രീതിയിലേക്ക് ചെയ്ത് ജയിപ്പിച്ചെടുക്കാമെന്ന് വാക്ക് കൊടുത്തിട്ടാണ് സതീഷ് കട്ടായമായിട്ട് അൻവറിനെ മാറ്റി നിർത്തി. ഇതിൽ സതീഷ് എന്താ ഗുണം? 2-3 ഗുണങ്ങളുണ്ട് സതീഷിന്. ഒന്ന്, ഈ കക്ഷി ഈ നിലയിൽ ഒരു 10,000-15,000 വോട്ടിന് പിന്നെ ആര്യൻ ഷൗക്കത്ത് ജയിച്ചാൽ പിന്നെ കേരളത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ സതീഷെ ചോദിക്കാൻ പിന്നെ ആരും ഉണ്ടാവില്ല. അത് പുള്ളി ഒരു നേട്ടം തന്നെയാണ്. മറ്റൊന്ന്, ഈ ലീഗിൻ്റെ അപ്രമാദിത്യം. ലീഗ് പറഞ്ഞ പോലെ കേട്ടും അടങ്ങി വരുന്ന രമേശിനെ പോലെ അല്ല ഞാൻ തെളിയിക്കേണ്ടപ്പോൾ അന്ന് അൻവർ എടുക്കാൻ പറ്റും. ലീഗ് പരമാവധി ശ്രമിച്ചു അൻവർ എടുക്കാൻ വേണ്ടി. ഇനി രഹസ്യമായിട്ട് പലതും എനിക്കറിയില്ല കേട്ടോ, നമുക്കറിയില്ല. മനഃശാസ്ത്രജ്ഞ അത് ആ മനസ്സിലേക്ക് ആ ചിന്ത വിട്ടുകൊണ്ട് കണ്ടുപിടിക്കുന്നില്ല. അതുകൊണ്ട് ഒഴിവായി ശരിയാണ്, സതീഷ് അക്കാദമി വിജയിച്ചിരിക്കുക. അങ്ങനെ ഒരുപടി അടിയൊഴുക്കുണ്ട് ഇവിടെ. അപ്പോൾ ഇതിന് എതിരെ വന്നൊരു സംഭവം, ഈ ഇറാൻ-ഇസ്രായേൽ യുദ്ധം, അതിൽ LDFന് ചെറിയൊരു അനുകൂലമായ സാഹചര്യം നിലമ്പൂരുണ്ട്. ചെറുതാണ്, വലുതുമല്ല. പണ്ട് EMS കാലത്ത് സദ്ദാം ഹുസൈനൊക്കെ ഇടപെട്ട പോലെ അന്ന് ജില്ലാ കൗൺസിൽ ഇലക്ഷനൊക്കെ LDFന് ഗുണം കിട്ടിയ പോലെ അത്രയൊന്നും ഇല്ലെങ്കിലും ചെറിയൊരു വ്യത്യാസമുണ്ട്. ആ ഒരു ചെറിയ വ്യത്യാസം എത്ര വരുമെന്ന് അറിയാൻ പാടില്ല. അല്ലെങ്കിൽ അതുകൊണ്ട് പേരിൽ അത്ര ഈസിയായിട്ട് UDF ജയിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഏതാണ് ഒരു കണക്കൂടലൊക്കെ ശരിയാണ്.
എല്ലാം കണക്കുകളും ശരിയാണ്, ഒരു സംശയക്കാതെ. ഇതാണ് ഞങ്ങൾ പറഞ്ഞ മനഃശാസ്ത്രം, ഞങ്ങളുടെ ഗ്രൂപ്പ് പറഞ്ഞ മനഃശാസ്ത്രം. അപ്പം അതുകൊണ്ട് ഈ ഒരു വ്യതിയാനം വന്നതിൻ്റെ പേരിൽ ആരും എങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. പിന്നെ അൻവറിൻ്റെ കാര്യം, അൻവർ നമ്മളെന്തായാലും പറഞ്ഞല്ലോ, ഒരു 12,000 വോട്ടിക്കുള്ളും കിട്ടാൻ മാക്സിമം വന്നാൽ 12,000 വോട്ട്, ഒരു 7,000 വോട്ട് വരെയൊക്കെ കിട്ടാനുള്ള സാധ്യതയുള്ളൂ എന്നാണ് നമ്മളിൽ നമ്മുടെ കണക്ക് ശാസ്ത്രം പറയുന്നത്. അൻവർ പറഞ്ഞാൽ ജയിക്കുമെന്നും 100 ലക്ഷം വോട്ട് കിട്ടുമെന്നാണ്. ഇന്നിപ്പോൾ ചാനലൊക്കെ അൻവറിന് വളരെ പുകഴ്ത്തി ജയിക്കാനുള്ള സാധ്യതയുണ്ട്, ഇന്നത്തെ ആൾക്കൂട്ടം വലിയ ആണോ എന്നൊക്കെ പറഞ്ഞ്. അതൊന്നും വോട്ടാവില്ലല്ലോ, ആൾക്കൂട്ടം എനിക്ക് വോട്ടാവില്ല. ആൾക്കൂട്ടം വോട്ടായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ പാർട്ടി കോൺഗ്രസ് പണ്ട് ഇവിടെ ജയിക്കണില്ലേ, അത്രകൊണ്ട് ആൾക്കൂട്ടമായിരുന്നു അവർ പോകുന്നത്. രാഹുലും പിന്നെ UP-യിലെ സമാജ് പാർട്ടിയുടെ നേതാവും വന്ന് യോഗങ്ങളിലോ ഈ നിൽക്കാൻ ഒരു സ്ഥലമില്ലായിരുന്നു. അന്ന് മോഡിയുടെ യോഗത്തിൽ കസേര മാറുമ്പോൾ ആൾ കുറവായിരുന്നു. എന്നിട്ടും ഭരണം വന്നപ്പോൾ വോട്ട് പോയി. അതിന് മറ്റു പല കാലങ്ങളുണ്ട് അവർ. അതുപോലെയാണ് ആൾക്കൂട്ടൊന്നും വോട്ടാവില്ല, ആ ആൾക്കൂട്ടം വോട്ടാകുന്ന കാലമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ചെറിയൊരു അനുഭവം റിപ്പോർട്ടും. ഇനി എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് നമ്മളിപ്പോൾ വ്യാഴാഴ്ചയാണ് വോട്ട്, ഇന്ന് തിങ്കളാഴ്ചയാണ്, ബുധനാഴ്ച വൈകിട്ട് വോട്ടിന് തലേന്ന് നമുക്ക് ഒരു വിലയിരുത്താം. പക്ഷെ അതിന് മുൻപായിട്ട് നമ്മൾ പറഞ്ഞു, വ്യാഴാഴ്ച ചൊവ്വാഴ്ച നാളെ വൈകിട്ടോ അല്ലെങ്കിൽ മറ്റന്നാൾ രാവിലെയോ കോൺഗ്രസ് പിന്തുണയെടുത്ത് അൻവർ പിന്നെ ഒന്ന് തിരിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും പോലെ എടുക്കുകയാണെങ്കിൽ അത് 2 വോട്ട് വലിയ നേട്ടമാണ് അതിൽ. അത് എന്തുമാത്രം ശരിയാകുമെന്ന് അറിയില്ല. ഇന്നത്തെ മത്സരം കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ സാധ്യമില്ല എന്ന് തോന്നുന്നത്. പക്ഷെ അതുകൊണ്ട് അതൊന്ന് നാളെ വൈകിട്ട് അല്ലെങ്കിൽ മറ്റന്നാൾ രാവിലെ തീരുമാനിക്കും. അപ്പോൾ ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താം. അതിനോട് ഒരു കാര്യം പറഞ്ഞത്, ഈ യുദ്ധത്തെ പറഞ്ഞപ്പോഴേ തികച്ചും ഇന്ത്യ ഗവൺമെൻറ് വിദേശകാര്യ മന്ത്രി പറഞ്ഞതറിയോ, നമ്മൾ ഇറാൻ്റെ കൂടെയാണ്. അങ്ങനെ പരസ്യമായിട്ട് പറഞ്ഞ് ഇറാൻ അനുകൂലം നിൽക്കുമ്പോൾ ഇവിടെ ചില ക്രിസ്തീകളും പിന്നെ സംഘികളൊക്കെ ഉണ്ടല്ലോ, ഇസ്രായേൽ അനുകൂലമായിട്ടും ഇറാന് മോശമായിട്ടൊക്കെ ഒരുപടി ഈ ഇത് ചെയ്യുന്നത്, അത് ശരിയല്ല എന്ന് പറയും. ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്താൻ നിങ്ങൾക്ക് ഒരായിരുന്നു ചെയ്യുന്നു. എടുത്ത മോളെ.